അസ്സലാമലൈക്കും. ഇത് വീക്കെൻഡ് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഏപ്രിൽ 2-ാം തീയതി ഞങ്ങളുടെ ബർത്ത്ഡേയും കൂടാണ്. ഞങ്ങൾ ട്വിൻസാണ്, ഞാനും ബ്രദറും. അപ്പോൾ അവൻ ഉച്ചയായപ്പോഴത്തേക്കും 2 കേക്കുമായിട്ട് വന്ന്. ഒരു കേക്ക് അന്നേരം കട്ട് ചെയ്ത്, പിന്നെ ഒരു കേക്ക് വൈകിട്ടാണ് കട്ട് ചെയ്തത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് മക്കളെ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് ഷിഫ്നാത്തിൻ്റെ വീട്ടിൽ അവിടെ അവർ വിസിറ്റിങ്ങിന് വന്നിരിക്കുകയായിരുന്നു. അവർ പോവാണ്. അപ്പോൾ അവരെ ഒന്ന് കാണണം, ഒന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറൊരു പാർട്ടി ഉണ്ട്, അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിൻ്റെ താഴെ വന്ന് എല്ലാവരും ഒരു നിസാമും സജീറൊക്കെ ആയിട്ട് നമ്മൾ നേരെ പോയത് കോബാറിലേക്കാണ്. ഇന്ന് ഷമീറിൻ്റെ വീട്ടിലാണ് പാർട്ടി. അപ്പോൾ അവിടെ എല്ലാവരും കൂടെ വലിയ പാർട്ടിയായിട്ടൊന്നുമില്ല, എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടുന്നു. നമ്മളെല്ലാവരും ഒരേ നാട്ടുകാരാണ്. അങ്ങനെ അവിടെ പോയിന്ന് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ പിള്ളേരുടെ ഡാൻസും കാര്യങ്ങളും പാട്ടും ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. മെയിൻ ഫുഡടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെയും കിട്ടിയൊരു സർപ്രൈസ്. എനിക്ക് അവിടെ നിന്നും ഒരു കേക്ക് കട്ട് ചെയ്യാൻ പറ്റി ഇക്കൊല്ലത്തെ ബർത്ത്ഡേക്ക്. അപ്പം മൂന്നാമത്തെ കേക്കാണ് അവിടെ വെച്ച് കട്ട് ചെയ്യുന്നത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ പാട്ടും ബഹളവും ഗെയിമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മാക്സിമം നേരത്തെ വരണമെന്നൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷെ അവിടെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ സുബൈ ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്കുമാണ് അറിയുന്നത് ഇത്രയും നേരമായല്ലോ എന്ന്. അവിടെ കയറി ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. ഭയങ്കര ഗെയിം കളിയും ഡാൻസും പാട്ടും ബഹളമൊക്കെ ആയിട്ട്. പിന്നെ നാട്ടുകാരൊന്നിച്ചു കൂടി അറിയാമല്ലോ, സംസാരിക്കാൻ കുറേ കാര്യങ്ങൾ കാണും. അങ്ങനെ എല്ലാവരുമായിട്ടിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് നേരം വെളുത്തിട്ടുണ്ടായിരുന്നു.